എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത സ്പെഷ്യൽ അരി 20 കിലോ അരി 25 രൂപ നിരക്കിൽ വിതരണം ചെയ്തിരുന്നു. അത് വീണ്ടും വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ നിയമസഭയിൽ അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 2ാം ദിവസത്തിലാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ സപ്ലൈകോയിലൂടെ സ്വീകരിച്ചിട്ടുള്ള വിപണി ഇടപെടലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ കാര്യം വ്യക്തമാക്കിയത്. മാത്രമല്ല 3 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില സെപ്റ്റംബർ 22-ാം തീയതി കുറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 339 രൂപയാണ്, അത് 319 രൂപയാക്കും. സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് 359 രൂപയാണ്, അതിന് 339 രൂപയാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തുവരപ്പരിപ്പ്, ചെറുപയർ എന്നിവയുടെ വില കുറക്കും. തുവരപ്പരിപ്പിന് 93 രൂപയാണ്, അത് 88 രൂപയായി കുറയും. ചെറുപയറിന് 90 രൂപയാണ്, അത് 85 രൂപയായിട്ടും കുറയുന്നതാണ്. ബാക്കിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില നിലവിലുള്ളതുപോലെ തന്നെ തുടരുന്നതുമാണ്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് 20 കിലോ അരി തുറന്നു വാങ്ങാമെന്ന് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്റ്റോക്ക് ഉണ്ടാകുമോ എന്നറിയില്ല. സ്റ്റോക്കുള്ള കടയിൽ നിന്ന് മാത്രമായിരിക്കും അത് ലഭിക്കാനുള്ള സാധ്യത. നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അരി ലഭിക്കുന്നതാണ്. 25 രൂപ നിരക്കിലായിരുന്നു 20 കിലോ അരി വിതരണം ചെയ്തിട്ടുള്ളത്. അത് തുറന്നു വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, റേഷൻ കടകളിലൂടെ സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറുകൾ, മിനി മാവേലി സ്റ്റോറുകളാക്കി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇതിന് റേഷൻ കടക്കാർ സൗകര്യം ഒരുക്കി നൽകുകയാണ് എങ്കിൽ അധികം താമസിയാതെ റേഷൻ കടകളിലൂടെ മാവേലി സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കും. സ്റ്റോർ ആക്കിയിട്ടുള്ള റേഷൻ കടകളിലൂടെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാകുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിങ്ങിന് സമയം പറഞ്ഞിരുന്നത് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാ മാസവും 20-ാം തീയതി വരെ ഇനിയും മസ്റ്ററിങ് ചെയ്യാൻ അവസരമുണ്ട്. പക്ഷെ 10-ാം തീയതിക്ക് മുമ്പ് മസ്റ്ററിങ് ചെയ്യാത്തവരുടെ പെൻഷൻ ഈ മാസം മുതൽ മുടങ്ങുന്നതാണ്. ഈ മാസത്തെ പെൻഷൻ എന്നുള്ളത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ലഭിക്കേണ്ടത്. പലരും പറഞ്ഞു ഓണത്തിന് 2 മാസത്തെ കുടിശ്ശികയാണ് ലഭിച്ചത്, അതുകൊണ്ട് ഇനി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ലഭിച്ചത് 2 മാസത്തേത് ലഭിച്ചത് 1 കുടിശ്ശികയും 1 ഓഗസ്റ്റ് മാസത്തെ പെൻഷനുമാണ്. ഇനിയും ഒരു കുടിശ്ശിക ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരിക്കും നൽകുക. മാത്രമല്ല ഒരു വർധനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രമുഖ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഈ ഒരു വർധനവുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വന്നിരുന്നു. 2 തരത്തിലാണ് വർധനവ്. ഒന്ന്, ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ, അതിനുശേഷം അടുത്ത ബജറ്റ് ഫെബ്രുവരിയിൽ ഉണ്ടാവും. അപ്പോഴും ഒരു വർധനവ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 തവണ 100 വെച്ച് കൂട്ടിയിട്ട് 1800 എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന 1600, അത് സെപ്റ്റംബർ 23-ാം തീയതി ഒരു കടമെടുപ്പുണ്ട്. അതിനുശേഷം ഇരിക്കും. പെൻഷൻ വിതരണം 24-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതിയോ ആരംഭിക്കുന്നതാണ്. 2 രീതിയിലുള്ള പെൻഷൻ വിതരണം, അതായത് കയ്യിലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, ബാങ്ക് അക്കൗണ്ടുകളിലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ആ ഒരു തുക വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുന്നതാണ്. 25-ാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം എത്തുക. കഴിഞ്ഞ 2 മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് ചെറിയ താമസം ഉണ്ടായിരുന്നു. ആ ഒരു പ്രയാസം ഈ മാസം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറിയിപ്പ് ഈ 20-ാം തീയതിയോട് കൂടിയിട്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും.